ഹലോ എവ്രിവൺ, നമസ്കാരം. സൗമ്യ സെറ്റ് ഓഫ് കുക്കിങ്ങിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. ഞാൻ ഉണ്ടാക്കാൻ പോകുന്നതൊരു സ്റ്റൂ ആണ്, അതായത് ഇഷ്ടു സ്റ്റൂ എന്നൊക്കെ പറയുന്ന സംഭവം. പക്ഷെ ഞാനത് ഉരുളക്കിഴങ്ങ് വെച്ചിട്ടല്ല ഉണ്ടാക്കുന്നത്. ഇത് സ്വീറ്റ് പൊട്ടാറ്റോ എന്ന് പറയില്ലേ, അതായത് മധുരക്കിഴങ്ങ് അല്ലെങ്കിൽ ചക്കരവള്ളിക്കിഴങ്ങ്. ഇവിടെ ഞങ്ങളുടെ ഈ ഭാഗത്ത് ചക്കരവള്ളിക്കിഴങ്ങ് എന്നാണ് പറയുന്നത്, ചില ഭാഗങ്ങൾ മധുരക്കിഴങ്ങ് എന്നാണ് പറയുന്നത്. അപ്പോൾ ഞാനതിൽ ഏകദേശം ഒരു 4 ചക്കരവള്ളിക്കിഴങ്ങ് എടുത്തിട്ടുണ്ട്. ഞാൻ അതിലേക്ക് സ്ക്വയർ പീസസ് ആയിട്ട് മുറിച്ച് വെച്ചിരിക്കുന്നതാണത്. ഞാനൊരു 15 ചെറിയ ഉള്ളി നീളത്തിൽ മുറിച്ച് വെച്ചിട്ടുണ്ട്. ഒരു 3-4 തണ്ട് കറിവേപ്പില, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി നീളത്തിൽ കനം കുറച്ച് മുറിച്ച് വെച്ചിട്ടുണ്ട്. അതുപോലെ 3 പച്ചമുളക് നീളത്തിൽ മുറിച്ച് വെച്ചിട്ടുണ്ട്. ആവശ്യത്തിന് വെളിച്ചെണ്ണ. ഇത് ഞാൻ 2 തേങ്ങയുടെ പാലാണ് എടുത്തിരിക്കണം കേട്ടോ. അപ്പോൾ അതിന് 1-ാം പാല് ഏകദേശം 1 കപ്പ് വരുന്ന രീതിയിലുണ്ട്. അതിനെക്കാട്ടിലും വലിയ കപ്പിൽ 1 കപ്പ് 2-ാം പാലുണ്ട്. പിന്നെ ഇത് 3-ാം പാലാണ്. അപ്പോൾ ഇത്രയാണ് ഞാൻ എടുത്ത് മാറ്റി വെച്ചിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് 2 തേങ്ങ വേണമെന്നൊരു നിർബന്ധമില്ല, 1 തേങ്ങയാണെങ്കിലും കുഴപ്പമില്ല. പക്ഷേ ആ പാലിൻ്റെ കൊഴുപ്പ് ഡിഫറൻസ് വരുന്നേ ഉള്ളൂ. പിന്നെ ഞാൻ ഈ മധുരക്കിഴങ്ങ് ഏകദേശം 4 മീഡിയം സൈസ് 4 കിഴങ്ങാണ് എടുത്തിരിക്കുന്നത് കേട്ടോ. അപ്പോൾ നമുക്ക് ഉണ്ടാക്കാൻ തുടങ്ങാം. ഞാനൊരു പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ചക്കരവള്ളിക്കിഴങ്ങിനെ ചേർത്ത് കൊടുക്കുക. ഇതിനെ സെപ്പറേറ്റ് ആയിട്ടൊന്നുമല്ല വേവിക്കണേ, നമ്മളിങ്ങനെ ഇങ്ങോട്ട് വേവിച്ചെടുക്കുകയാണ്. ഇത് വെള്ളത്തിൽ തന്നെ ഇട്ട് വെക്കണം, അല്ലെങ്കിൽ ഇത് കണ്ടോ ഈ ഭാഗത്തൊക്കെ കറുപ്പ് കളർ അയക്കണുണ്ടോ, അതുപോലെ ആവും വെള്ളത്തിൽ നിന്നെടുത്ത് പുറത്ത് വെച്ചാൽ. ഇതിലേക്ക് 3-ാം പാല് ഒഴിച്ചു കൊടുക്കുക. പിന്നെ ഇതിലേക്ക് നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന ചെറിയ ഉള്ളി. നിങ്ങൾക്ക് വേണമെങ്കിൽ സവോളി എടുക്കാം കേട്ടോ. ഞാൻ എന്തുകൊണ്ടാണ് ചെറിയ ഉള്ളി എടുത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ, സാധാരണ സവോളയ്ക്കൊരു മധുരിപ്പുണ്ട്. അതുകൊണ്ട് ആണ്. സ്വീറ്റ് പൊട്ടാറ്റോ ഓൾറെഡി മധുരമുള്ള സാധനമല്ല, അതിൻ്റെ കൂടെ പിന്നെ സവോളയും കൂടെ ആകുമ്പോൾ കുറച്ച് മധുരം പിന്നെയും ആ സ്റ്റൂവിന് കൂടുതലായിരിക്കും. അതുകൊണ്ടാണ് ഞാൻ സവോള എടുക്കാണ്ടിരുന്നത്. അപ്പോൾ നമ്മൾ സ്വീറ്റ് പൊട്ടാറ്റോൻ്റെ മധുരം മാത്രമേ ഇതിലുണ്ടാവുള്ളൂ, അതായത് ഈ മധുരക്കിഴങ്ങിൻ്റെ മധുരം മാത്രമേ ഇതിലുണ്ടാവാൻ പാടുള്ളൂ. അതൊരു ചെറിയ മധുരമായിരിക്കും, നല്ല ടേസ്റ്റാണ്. ഈ സ്റ്റൂ എന്തായാലും ട്രൈ ചെയ്ത് നോക്കണം. പിന്നെ ഇതിലേക്ക് ഞാൻ എടുത്തു വെച്ചിരുന്ന 3 പച്ചമുളക് കീറിയതാണ് 2ആയിട്ട്. പിന്നെ ഇഞ്ചി. ഇതിന് പുറമെ ഞാനൊരു 2 കറിവേപ്പില അങ്ങനെ ഇടുകയാണ്. കാരണം കറിവേപ്പിലയുടെ തണ്ടിനൊരു സ്പെഷ്യൽ മണമുണ്ട്. കറിവേപ്പിൻ്റെ ഇലയെക്കാട്ടിലും കറിവേപ്പിൻ്റെ തണ്ടുണ്ടല്ലോ, അതിനാണ് മണം കൂടുതൽ. അപ്പോൾ അതുകൊണ്ടാണ് ഞാനിപ്പോൾ ആ തണ്ടും കൂടെ ചേർത്തിട്ട് കൊടുത്തിരിക്കുന്നത് കേട്ടോ. ഇതിലേക്ക് ഞാൻ ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ഇട്ട് കൊടുക്കുകയാണ്. എന്നിട്ട് ഇതൊന്ന് ഇളക്കി കൊടുക്കാം. അടച്ചിച്ച് വേവിക്കണമെങ്കിൽ അടച്ചു വെച്ച് വേവിക്കാം, അല്ല തുറന്ന് വെച്ചിട്ടാണ് വേവിക്കാൻ ഇഷ്ടമെങ്കിൽ അങ്ങനെ ചെയ്യാം. എങ്ങനെയാണെങ്കിലും കുഴപ്പമില്ല. നമ്മൾ പക്ഷേ 2-ാം പാൽ ഒഴിച്ചു കഴിഞ്ഞാൽ പിന്നെ ഒരിക്കലും അടച്ചു വെച്ച് വേവിക്കരുത്. അപ്പോൾ അത് നന്നായിട്ടൊന്ന് വെന്ത് വരട്ടെ, അതുവരെ ഒന്ന് വെയിറ്റ് ചെയ്യാം. ഇപ്പോൾ 3-ാം പാലൊക്കെ ഏകദേശം വറ്റിയിട്ടുണ്ട്. നമുക്കിതിലേക്ക് ഇനി 2-ാം പാൽ ഒഴിച്ചു കൊടുക്കാം. ഇതിലിപ്പോൾ നമ്മൾ ഓൾറെഡി ഉപ്പൊക്കെ ഇട്ടിട്ടുണ്ടല്ലോ. ഇനിയിപ്പോൾ ഇത് ഒന്ന് വെന്തോന്ന് നോക്കണം. ഒന്ന് കൈ കൊണ്ട് ഒന്നിങ്ങനെ അമർത്തി നോക്കുക. സംഭവം വെന്തിട്ടുണ്ട്. ഉണി ഒന്നും കൂടെ കാണിച്ചിട്ട് കണ്ടോ, ഇതിപ്പോൾ കണ്ടോ ഏകദേശം നന്നായി വെന്തിട്ടുണ്ട്. ഞാൻ എന്താ ചെയ്യാൻ പോകണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുറച്ചെണ്ണം ഞാനൊന്ന് ഉടച്ചു കൊടുക്കും. മുഴുവനല്ല, ഒരു 8-10 കഷ്ണങ്ങൾ ഒന്ന് ഉടച്ചു കൊടുക്കും. നമുക്ക് ഇടയ്ക്കിടയ്ക്ക് കടിക്കാൻ കിട്ടണ കഷ്ണങ്ങൾ. പക്ഷേ നമ്മുടെ സ്റ്റൂവിന് ഒരു കൊഴുപ്പൊക്കെ വേണ്ടേ, അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പുറത്ത് ദോശ ഇട്ടുകൊണ്ടിരിക്കണം, അതാണ് ഈ ശബ്ദങ്ങൾ കേൾക്കണം. ഇന്ന് ഇവിടെ സ്റ്റൂവും ദോശയുമാണ്. ഇത് കണ്ടോ, ഞാനിപ്പോൾ അത്യാവശ്യം ഉടച്ചു കൊടുത്തിട്ടുണ്ട്. എന്നാൽ കുറച്ച് കഷ്ണങ്ങൾ ഇങ്ങനെ നമുക്ക് കടിക്കാൻ കിട്ടുന്ന പോലെയും ഉണ്ട് കേട്ടോ. ഇനിയിപ്പോൾ കണ്ടോ, അപ്പോൾ ഇത്ര കുഴപ്പമേ ഉള്ളൂ. ഇതിലേക്ക് നമുക്കിനി 1-ാം പാലും കൂടെ ചേർത്ത് കൊടുക്കാം. ഇത്രയും മതി. ഇതിലേക്ക് നമുക്ക് കുറച്ച് കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുക്കാം.
ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്യാണ്. ഇനി ഇതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണയും കൂടെ ഒഴിക്കുക. എന്നിട്ട് നന്നായിട്ട് ഇളക്കുക. ഇതിപ്പോൾ നല്ല അടിപൊളിയായിട്ടുള്ള, അതായത് നമ്മൾ സാധാരണ ഉരുളക്കിഴങ്ങ് കൊണ്ട് ഉണ്ടാക്കുന്നതിനെക്കാട്ടും ടേസ്റ്റി ആയിട്ടുള്ള സ്വീറ്റ് പൊട്ടറ്റോ, അതായത് മധുരക്കിഴങ്ങ് കൊണ്ടുള്ള സ്റ്റൂ റെഡി ആയിട്ടുണ്ട്. നമുക്കിത് സദ്യയ്ക്ക് വിളമ്പാവുന്നതാണ് കേട്ടോ. പക്ഷേ ഇത്രയും വെള്ളം ആക്കണ്ട. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നല്ല കൊഴുപ്പാക്കിയിട്ട് നല്ല തിക്കായിട്ട് വിളമ്പാണെന്നുണ്ടെങ്കിൽ സദ്യയ്ക്കും ഒരു അടിപൊളിയായിട്ടുള്ള ഒരു സ്റ്റൂ ആണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ട്രൈ നോക്കിയിട്ട് സജഷൻസും ഫീഡ്ബാക്സും എഴുതി അറിയിക്കാൻ മറക്കരുത്. അപ്പോൾ താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. നമ്മളൊരു പുതിയ റെസിപ്പിയായിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരെ ബൈ, ടേക്ക് കെയർ. ഇതാണ് ക്ലോസ് വ്യൂ.